4 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാ എവിടേക്കാന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. അതിനെ കൊണ്ട് എടുത്ത് പറഞ്ഞുതരാം. 3 വർഷം ഇനി വാറന്റി ഉണ്ടോ? അപ്പൊ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഒന്നുമില്ല. ഒരു കസ്റ്റമർക്ക് വന്നാണ്ട് ഒരു ഇന്നോവ ഓടിക്കണ കസ്റ്റമർ വന്നാണ്ട് വണ്ടി കണ്ടാൽ ഇഷ്ടപ്പെടും. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മളെ കോഴിക്കോട് മലപ്പുറം എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടാണ്, പക്ഷെ മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് പുളിക്കലാണ്. പുളിക്കലിനടുത്തായിട്ട് ജാമിയ സലഫിയ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കാർക്രാഡിൽ നിന്നുള്ള കാറിൻ്റെ ഷോറൂം. ഇവർ ചെറിയൊരു മേള ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ ഷോറൂമിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ ദൂരത്തിലുള്ള ചെറിയൊരു പ്ലോട്ടിലായിട്ട്. ആ ഒരു പ്ലോട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഏകദേശം 50ഓളം വണ്ടികളുണ്ട് ഇവിടെ. ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഏറ്റവും ലോവസ്റ്റ് ബഡ്ജറ്റിലുള്ള ഇന്നോവ മുതൽ ഏകദേശം പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വരുന്നേരം നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്ന സെൽറ്റോസ് വരെയുള്ള വണ്ടികളാണ്. ഈ ഒരു മേള നടക്കുന്നത് ന്യൂ ഇയർ വരെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ സാബിദ്ക്ക ഉണ്ട്. സാബിദ്ക്ക ഏകദേശം 20 വർഷമായിട്ട് 20 വർഷമല്ല, നമ്മളെ പാരമ്പര്യമായിട്ട് ആളുകൾ 20 വർഷം. ഓക്കെ, കാർക്രാഡിൽ നിന്നാണ് ഷോപ്പിന്റെ പേര് എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടിയിലേക്ക് പോയാലോ? എന്നാല് ഫസ്റ്റ് ഇന്നോവ 2008 മോഡൽ ഇന്നോവ. ഒറിജിനൽ കേരള വണ്ടിയാണോ? റീ രജിസ്ട്രേഷൻ ആണോ? ഇത് റീ രജിസ്ട്രേഷൻ വണ്ടി. റീ രജിസ്ട്രേഷൻ 2008 G4 ആണോ? G4 ആണ്. 8 സീറ്റ്. ഓക്കെ, G4 അന്ന് ഇറങ്ങുന്ന മിഡിൽ ഓപ്ഷൻ എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, റൂഫ് AC വരുന്നുണ്ടാവും G4ൽ. റൂഫ് AC ഉണ്ടാവും. അതേപോലെ തന്നെ 4 പവർ വിൻഡോസ് ഉണ്ടാവും, സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ടാവും. ഇത്രയൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നുണ്ടാവുക. ഇത് 8 സീറ്റർ അല്ലേ വരുന്നത്? 8 സീറ്റ് ആണ്. റിന്യൂവലൊക്കെ അപ്പം പുതിയ പേപ്പറാണ്, പുതിയ റിന്യൂവലാണ് എടുത്തിട്ടുള്ളത്. 2028 വരെ പേപ്പേഴ്സ് ഉണ്ടാവും. അതെ അതെ. അപ്പൊ നിലവിലുള്ള വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്? ഇന്നോവയാണ്. കിലോമീറ്റർ റീവണ്ടിയെ കൊണ്ട് ചോദിക്കുന്നില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി മെക്കാനിക്കലി ഗുഡ് ആണ്. വേറെ സ്റ്റിയറിംഗ് ബോക്സോ അങ്ങനെ കംപ്ലൈന്റുകളോ കാര്യങ്ങളൊന്നും ഓയിലിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ 2008 മോഡൽ ഇന്നോവയെ കൊണ്ട് ചോദിക്കുകയാണ്, ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും? ലോൺ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസുകൾ ഏതെങ്കിലുമൊക്കെ ചെയ്ത് സേട്ടോ ആയിരിക്കും വരുന്നുണ്ടാവുക. ശ്രീരാമൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, ഏകദേശം എത്രത്തോളം നമുക്ക് ലോൺ കിട്ടുന്നുണ്ടാവും? ഇത് ലോൺ വരുന്നത് ഒരു 2 lakh അടുത്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. റേറ്റ് 3.25 ആണ്. 3.25. എത്രത്തോളം കുറയുന്നുണ്ടോ? മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം. വീണ്ടും ഇന്നോവ തന്നെയാണ്, പക്ഷേ 2008 മോഡൽ തന്നെയല്ലേ? 2008 മോഡൽ. ഇത് ടൈപ്പ് 4ലേക്ക്, അതായത് 2012 ശേഷം വരുന്ന മോഡലിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രില്ല്, ക്രോം കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ. G4 തന്നെയാണോ വേരിയന്റ് വരുന്നത്? G4 തന്നെയാണ്. കിലോമീറ്റർ റീവണ്ടി തന്നെയല്ലേ? അതെ, റീ രജിസ്ട്രേഷൻ വണ്ടി. അപ്പോൾ നമ്മൾ കിലോമീറ്ററിന്റെ കാര്യം മുന്നത്തെ പറഞ്ഞ പോലെ തന്നെ ഉറപ്പില്ലാത്തതിനെ കൊണ്ട് മാറ്റുന്നുണ്ട്. സീറ്റ് കവർ പുതിയതായിട്ട് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലൗ ബോക്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതും റിന്യൂവൽ പുതിയ തന്നെയാണോ ചെയ്തിട്ടുള്ളത്? പുതിയ റിന്യൂവലിലാണ് വരുന്നത്. അത്യാവശ്യം മുന്നത്തെ കണ്ടതിനേക്കാളും ബോഡി ക്വാളിറ്റിയും ഇന്റീരിയർ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. ഇത് 7 സീറ്റർ ആണ് വരുന്നത്. പൈലറ്റ് സീറ്റിംഗ് മിഡിൽ റോയിൽ ചെയ്തിട്ടുണ്ട്. റൂഫ് AC വരുന്നുണ്ട്. ടയറുകളൊക്കെ നല്ല ടയറുകളാണ്, അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരൊറ്റ ടയറൊറ്റ മോശം, ഒരു ടയർ മോശം ഉണ്ടല്ലേ? ഇന്നോവയ്ക്ക് ജനറലി ഡീസൽ ഏകദേശം ഇപ്പൊ ഇന്റർകൂളർ അല്ലാത്തതിനെ കൊണ്ട് ഒരു 10, 11, 12 വരെയൊക്കെ അല്ലേ മാക്സിമം മൈലേജ് പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലൊക്കെ ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2012 മുകളിൽ ഇന്റർകൂളർ വരുന്ന വണ്ടിയിലാണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതേ സമയത്ത് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് നമുക്ക് ഇത് ചോദിക്കുന്നത് 3,90,000 രൂപ. 3,90,000 ചോദിക്കുന്നത്. മറ്റേക്കാളും 15,000 രൂപ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഏകദേശം വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ കേട്ടോ, മോശമല്ല. ഈ വണ്ടി ടൈപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ടുള്ള. അല്ല, 32,000 രൂപയുടെ അടുത്ത് ഏകദേശം കൺവേർഷന് മാത്രം വേണ്ടി വരും. അതെ അതെ. ഇതും പറഞ്ഞ മാതിരി തന്നെ ഫൈനൽ റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാം. ലോൺ 2 ലക്ഷം തന്നെ അവർക്കുണ്ടാവില്ല ഓരോ റേറ്റും കാര്യങ്ങളും. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി 2 ലക്ഷം തന്നെയാണോ ഇതിന് ലോൺ കിട്ടുന്നുണ്ടാവുക? അത് ഏകദേശം 2 lakh നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഇന്നോവ മോഡല് 2010 ഒറിജിനൽ കേരള. G4 ആണ്. ഒറിജിനൽ കേരള KL 56 എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി രജിസ്ട്രേഷൻ അല്ലേ? KL 56 കൊയിലാണ്ടി. ഇതും മുന്നേ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 8 സീറ്റർ സെഗ്മെന്റ് ആണ് വരുന്നത്. വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കേരള വണ്ടി അതുകൊണ്ട് അത്യാവശ്യം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2 ലക്ഷമാണ് അതിൽ കിലോമീറ്റർ കാണിക്കുന്നത്. കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ ആയിരിക്കാം. ഓക്കെ,
ഇതിപ്പോ കേരള വണ്ടി അതിനെക്കൊണ്ട് നമ്മൾ മുന്നേ പറഞ്ഞ റീവണ്ടിനേക്കാൾ ലോണിന്റെ കാര്യത്തിലേക്ക് വരുന്നേരം കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതൽ കിട്ടും. ഏകദേശം എത്രത്തോളം ലോൺ കിട്ടുന്നുണ്ടോ? 3.25 ലക്ഷത്തിന്റെ അടുത്ത് ലോണാണ്. 3.25 അടുത്ത് ലോൺ കിട്ടുന്നുണ്ടാവും. പേപ്പർ വരുന്നത് 2025 വരെയാണ്. 2025 റിന്യൂവൽ വരുന്നത്. റിന്യൂവലിന് ഏകദേശം ഒരു 10-20 രൂപേൻ്റെ ഉള്ളിൽ 10 രൂപ പേപ്പറിന്റെ ഐ മീൻ ടാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രീൻ ടാക്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അതേസമയത്ത് മൊത്തത്തിൽ ഒരു 15-20 റേഞ്ചിലല്ലേ റിന്യൂവലിന് കോസ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ, ഇനി റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010 നോക്കി 5,25,000 ചോദിക്കുന്നത്. റേറ്റ് ആണ്. കുറച്ച് കൊടുക്കാം, ഫൈനലല്ല കുറച്ച് കൊടുക്കും. നമ്മൾ മുന്നത്തെ മാതിരി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ചോദിക്കാതെ വിടുന്നത് മോശം. അതിനെ കൊണ്ട് ചോദിക്കുകയാണ്. ഓണർഷിപ്പ് ഒരു 4-5 ഒക്കെ എത്തിയിട്ടുണ്ടാവോ? 2 ഓണർഷിപ്പ് വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? അതൊക്കെ ഉണ്ടാവും. അതെന്ന് വെച്ചാൽ വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഒരു കസ്റ്റമർക്ക് വന്നാണ്ട് ഒരു ഇന്നോവ ഓടിക്കണ കസ്റ്റമർ വന്നാണ്ട് വണ്ടി കണ്ടാൽ ഇഷ്ടപ്പെടും. ലോ ബഡ്ജറ്റിൽ 7 സീറ്റർ അടിപൊളി 8 സീറ്റർ. ബഡ്ജറ്റ് പ്രൈസിൽ ഇത്തിരി കൂടുതലുണ്ടെങ്കിലും വണ്ടി ക്വാളിറ്റിയിൽ പക്കയായിരിക്കും. വീണ്ടും ഇന്നോവ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മോഡൽ ഏതാ വരുന്നത്? ഇത് 2010 മോഡൽ. ഓക്കെ, G4 ആണോ വി ആണോ? ഇത് G4 വണ്ടി. 2010 G4. റീ രജിസ്ട്രേഷൻ ആണോ ഒറിജിനൽ കേരള വണ്ടി? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ, കിലോമീറ്റർ എത്ര ഉണ്ട്? കിലോമീറ്റർ 2 lakh ഓടിയിട്ടുണ്ട്. 2 lakh അബവ് ഓടിയുണ്ട്. ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. കേരള വണ്ടി ഏകദേശമൊക്കെ ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, വണ്ടി എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്. റെഡില് ഓക്കെ, കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂ ടൈപ്പിലേക്ക്. പൈലറ്റ് സീറ്റിംഗ് ഉൾപ്പെടെ 7 സീറ്റർ ആയിട്ടാണ് വരുന്നത്. ടയറൊക്കെ ഇപ്പൊ എന്താ അവസ്ഥ? ടയറൊക്കെ തെറ്റില്ലാത്ത ടയേഴ്സ്. ഓക്കെ, അത്യാവശ്യം ഒരു 80% ടയർ ഉണ്ടാവും. ഓണർഷിപ്പ് കുറെ ആയിട്ടുണ്ട്. ഓണർഷിപ്പ് 2 ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. നമ്മൾ മുന്നേ പറഞ്ഞ 2010 പോലെ തന്നെ 2025 വരെ ആയിരിക്കും പേപ്പർ വാലിഡിറ്റി കാര്യങ്ങൾ ഉണ്ടാകുന്നത്. റിന്യൂവലിന്റെ കോസ്റ്റ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട്. ലോണ് 2010 മോഡലാണ്. കൺവേർട്ട് ചെയ്തതിനെ കൊണ്ട് 3.25 കൂടുതൽ കിട്ടുന്നുണ്ടാവോ? ചെറുതായിട്ട് എമൗണ്ട് ഒക്കെ നമുക്ക് പ്രൈവറ്റ് ഫിനാൻസിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? 4.5 കിട്ടും? 4.5 ഒന്നും പ്രതീക്ഷിക്കണ്ട. 4 ഒരു 3.80-4 ഉള്ളിലായിട്ട് ലോണ് കിട്ടുന്നുണ്ടോ? 5,35,000 രൂപയാണ് ചോദിക്കുന്നത്. 5.35 കുറയൂലേ? കുറയും. ഇനിയിപ്പോ നേരെ അഡ്വഞ്ചർ സെഗ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. മഹീന്ദ്രന്റെ താറാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡല്. 4x4 ആണ്. മാനുവല്. സിംഗിൾ ആർച്ച് ഓണറല്ലേ. 24,000 കിലോമീറ്റർ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. ഫുള്ള് കമ്പനി ഹിസ്റ്ററിയിലാണുള്ളത്. അപ്പം 2020 വണ്ടി ആവുന്നേരം 23 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ടെങ്കിൽ 2025 വരെയൊക്കെ ഉണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി ഉള്ള വണ്ടിയല്ലേ ഇത്? ഇത് കമ്പനി വാറണ്ടി ഉണ്ട്. അപ്പൊ എടുക്കുന്ന 3 വർഷം ഇനി വാറണ്ടി ഉണ്ടോ? അപ്പൊ എടുക്കുന്ന ടെൻഷൻ ഒന്നുമില്ല. പക്കാണ്ട് ഓടിക്കാം. ഓക്കെ, ഓഫ് റോഡ്. ഫ്രണ്ട് പുതിയ ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 18 ടയേഴ്സ് ആണ്. ബാക്കിലെ ടയേഴ്സ് ആവറേജ് ആണ്. വേറെ നിലവിൽ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ തന്നെ നിലവിലുണ്ട്. ഇനി അറിയേണ്ട കാര്യത്തിലേക്ക് വരാം. റേറ്റ് കുറച്ചിട്ട് 14.5 ലക്ഷം രൂപ. പുതിയ വണ്ടിക്ക് എത്ര വരുന്നുണ്ടാവും? നെഗോഷ്യബിൾ ആയിരിക്കും. ഓക്കെ, പുതിയ വണ്ടിക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ടാവും? 19 സംതിങ് വരുന്നുണ്ട്. 3 കൊല്ലം കൊണ്ട് വാറണ്ടി ഉള്ള വണ്ടി കൂടിയാണ്. 5 ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ലോണിലേക്ക് വരുന്നേരം ഏകദേശം എത്രത്തോളം ലോൺ? ഏകദേശം സിബിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഫുൾ ലോൺ ഏകദേശം ചെയ്യാം. ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഫുള്ള് ചെയ്യാം. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും. ബാങ്ക് ലോൺ ആയിരിക്കും വരുന്നുണ്ടാവും. ബാങ്ക് ലോൺ എല്ലാ ബാങ്കും ചെയ്യാം. ഏകദേശം എത്ര വരും? പ്രീമിയം സെഗ്മെന്റിൽ പെടുന്ന മറ്റൊരു വണ്ടി ഹ്യുണ്ടായിന്റെ അല്ല, പക്ഷെ ഹ്യുണ്ടായിട്ട് ബന്ധമുണ്ട്, കിയേന്റെ ആണ്. ഫീച്ചർ സൈഡിലേക്ക് അത്യാവശ്യം ഇഷ്ടംപോലെ പറയാനുണ്ടോ? അതിനെക്കൊണ്ട് ബേസ് ആണോ ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പൊ ഫീച്ചേഴ്സ് തീരൂല. ഡീറ്റെയിൽ എങ്ങനെയാ വരുന്നത്? ഡീറ്റെയിൽസ് വരുന്നത് 2020 മോഡലാണ്. വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ബാലൻസ് ഉണ്ടാവും. എത്രാമത്തെ ഓണർഷിപ്പ് ആണ്? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഫ്ലഡ് ഒന്നുമില്ല. ക്ലെയിം ഒന്നും ഒന്നുമില്ല. ഓക്കെ, 37,000 ഓടിയിട്ടുണ്ട്. ഡീസൽ 37,000 എന്ന് പറഞ്ഞാൽ നല്ല കിലോമീറ്റർ ആണ്. ലോ കിലോമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് ഫീച്ചർ സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ മെയിൻ കുറെ സമയം പിടിക്കും. കുറെ ഒട്ടനവധി നിരവധി സാധനങ്ങളുണ്ട്.
4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. എല്ലാ വണ്ടിയിലും പോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ടാവും. എയർ ബാഗ് 6 വരുന്നുണ്ടാവും. സീറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്പോട്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്വിച്ചും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് എല്ലാ സീറ്റുകളിലും. അതേ സമയത്ത് ബോസിൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള വലിയൊരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ 360 ഡിഗ്രി അടക്കം വരുന്ന വ്യൂസ് ഉണ്ടാവും. അതേപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. കാരണം ഇത് അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന HTXL ഇത് HTS പ്ലസ് എന്നുള്ള +S എന്നുള്ള സൺറൂഫ് ഉൾപ്പെടെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അതിനെക്കൊണ്ട് അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസലിൽ നമുക്ക് ഏകദേശം ഒരു 18 റേഞ്ചിൽ മൈലേജ് കിട്ടില്ലേ? കിട്ടും. മൈലേജ് കൺഫേമാണ്. റേറ്റ് എത്രയായിരുന്നു സാധിക്കാം? 16.5 കുറച്ച് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം എത്രത്തോളം കിട്ടുന്നുണ്ടാവും? ലോൺ ഏകദേശം 10, 16, 15 എങ്ങനെയാലും പ്രതീക്ഷിക്കാം. ഫുൾ ലോൺ എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഫുൾ ലോൺ നല്ല ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വേറെ എടുക്കുന്ന ആക്കിന് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ. സാധിക ഇത്രയും നേരം നമ്മൾ കണ്ട വണ്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 4ലേക്ക് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സീറ്റ് കവർ മോഡിഫിക്കേഷൻസ്. ഇത് കുറച്ച് അടിപൊളിയായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. എത്ര രൂപയുടെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞേ? 4 lakh ഉണ്ട്, പക്ഷെ ആളുകൾ സമ്മതിക്കൂല. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിലവിൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 2013 മോഡലാണ്. ഓക്കെ. G4 വണ്ടി വരുന്നത്. G4 ആണോ V ആണോ? G4 അല്ല, G4 ആണ്. G4 2013 റീ രജിസ്ട്രേഷൻ, 2 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ഞാൻ വിശ്വസിക്കണം. അത് റീ ആണ്. അപ്പോൾ ഇവര് ഹിസ്റ്ററി നോക്കിയൊരു 66,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു ഇങ്ങോട്ട്. നോക്കിയ ആളുകൾ പറഞ്ഞതാണ്. ന്യൂ ഇൻഷുറൻസ് ആക്കി കൊടുക്കാം. നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേ സമയത്ത് വണ്ടി ഇപ്പം നിലവിലുള്ള കണ്ടീഷൻ വൈസ് നോക്കുകയാണെങ്കിൽ വേറെ റണ്ണിങ്ങിൽ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. റണ്ണിങ് പക്കയാണ്. മെക്കാനിക്കലൊക്കെ എന്താ അവസ്ഥ? ഗുഡ് ആണ്. ഓയിൽ കാര്യങ്ങളൊക്കെ പുതിയ വന്നതിന്റെ ശേഷം ചേഞ്ച് ആയിട്ടുണ്ട്. ഫിൽറ്ററുകള് ഇന്നോവക്ക് അങ്ങനെ കംപ്ലൈൻസ് വരാറില്ല. ലോൺ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? 8-ന് ലോൺ കിട്ടും. ലോൺ നമുക്ക് മാക്സിമം വാങ്ങി കൊടുക്കത് 7.5 റേഞ്ചിലൊക്കെ എന്തായാലും ലോൺ കിട്ടില്ല. റീവണ്ടി റീവണ്ടി ആണെങ്കിലും ഇത് കിട്ടുന്നുണ്ടാവും. മാക്സിമം കൊടുക്കും. മോഡൽ ഉണ്ടല്ലോ 13 മോഡലുണ്ട്. 4 ലക്ഷം രൂപയുടെ മോഡിഫിക്കേഷൻ എന്തൊക്കെയാ എവിടേക്കാന്നുള്ളത് ഡൗട്ട് ഉണ്ടാവും. അതിനെക്കൊണ്ട് എടുത്ത് പറഞ്ഞുതരാം. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏകദേശം ഒരു 30-32,000 രൂപ. പിന്നെ DC ആണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ DC എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് DC വാൻഡി എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഏകദേശം ഒരു ഐഡിയ കിട്ടും. ബോഡിയിൽ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ക്ലാഡിങ് സൈഡിലായിട്ട് ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡ് സ്കേർട്ടിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോർ പാഡ് ഉൾപ്പെടെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് റോയിൽ നമുക്ക് കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. ഇവിടെ ചെറിയൊരു സ്ക്രീന് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡാഷിൽ തന്നെ. പക്ഷേ ഡോർ പാഡിന് മുകളിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് സ്വിച്ചസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ ഫ്രണ്ട് റോല് സ്റ്റോക്കായിട്ടുള്ളത്. അതേ സമയത്ത് മിഡിൽ റോയിലേക്ക് വരുന്നേരം മുന്നേ കണ്ടതിൻ്റെ ഏകദേശം 2 ഇരട്ടി സ്വിച്ചസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതും പോരാത്തതിനായിട്ട് ബാക്കിൽ നമുക്ക് മുന്നിലുള്ള സീറ്റിന്റെ പുറകിലായിട്ട് 2 സ്ക്രീന് വരുന്നുണ്ട്. സാർക്ക് സ്വിച്ച് ഒക്കെ വർക്കിംഗ് ആണോ? അങ്ങോട്ട് സ്വിച്ച് ഓക്കെ എല്ലാം വർക്കിംഗ് ആണ്. ഇത് സ്ലീപ്പറാണ്. ഓക്കെ. റിക്ലൈനിങ് സീറ്റ് ആണ്. അടുത്തത് ഓക്കെ. അതായത് ഫുള്ളി ഇലക്ട്രോണിക് ആക്കിയിട്ടുണ്ട് സീറ്റ് കംപ്ലീറ്റ് ആയിട്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാൻ ലൈഫ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ടോയ്ലറ്റും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു എല്ലാ കാര്യം വണ്ടിൻ്റെ അകത്തുണ്ട്. അതല്ല, ഇതിലേക്ക് പിന്നെ ഈ രോഗികൾക്ക് പേഷ്യൻസിനൊക്കെ ഇങ്ങനെ കിടന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അവർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ 4 ലക്ഷത്തിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ വേറെയും സ്വിച്ചസ് ഇവിടെ കാണുന്നുണ്ട്.
ഓക്കെ, ഈ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സീറ്റ് ബാക്കോട്ട് പോയിട്ടുണ്ട്. ഈ സീറ്റ് നേരെ റിട്ടേൺ വരുന്ന സ്വിച്ചാണ്. മുകളിൽ വേറെ ഒരെണ്ണം കൊടുത്തത്. ടെക്കിൻ്റെ 2 ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീനാണ് ഈ 2 സീറ്റിന് പുറകിൽ കൊടുത്തത്. അതേപോലെ തന്നെ മിഡിൽ റോ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇവിടെ വലിയ 2 റിക്ലൈനർ സീറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് പോരാതെ തേർഡ് റൂം കൂടെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് ഒഴിവാക്കി ആ സ്പേസും കൂടെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് റിക്ലൈനർ ഇപ്പം നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലോയ്സ് നോക്കുകയാണെങ്കിൽ RSൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നിലവിൽ മോഡിഫിക്കേഷൻ ഉള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ റൂഫിൽ ചെറിയൊരു കാരിയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യണം. നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള DC മോഡിഫൈഡ് ആയിട്ടുള്ള ഇന്നോവ അതിൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വണ്ടികളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ആദ്യത്തെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥാപിക്കാനും അതേപോലെ തന്നെ ഉള്ള സ്റ്റാഫിനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. ഈ ഒരു മേള ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് പുളിക്കൽ എയർപോർട്ട് റോഡിനടുത്തായിട്ട് ജാമിയ സലഫിയ റോഡിലായിട്ടാണ് കാർക്രാഡിൻ്റെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട മുകളിൽ ഒരു 10 മീറ്റർ ഡിഫറൻസേ ഉള്ളൂ. ചെറിയൊരു കയറ്റം കയറുമ്പോഴേക്കും ഇവരുടെ ഈ ഒരു യാർഡിലേക്ക് എത്തുന്നുണ്ടാവും. ഏകദേശം 50ഓളം വണ്ടികളുണ്ട്. അപ്പം ബാക്കിയുള്ള ഒരു വണ്ടികൾ നമ്മൾ ഇനി ഓരോ വീഡിയോയിലായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്.